നല്ല ചൂടുണ്ടായിരുന്ന കുഞ്ഞുനെറ്റി. പാറു ആകെ വല്ലാതെയായി. നാളെ രാവിലെ ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് പറഞ്ഞ് അവർ പാറുവിനെ സമാധാനപ്പെടുത്തി. അവൾ മെല്ലെ കുഞ്ചൂസിൻ്റെ അരികത്ത് കിടന്നു. അപ്പോൾ ചെവിയിൽ ജെനിയുടെ ചോദ്യം കേൾക്കാമായിരുന്നു. നാളെയല്ലേ ശ്രീധർ മാധവൻ്റെ ഹൗസ് വാമിങ്? പോകാൻ അതിനയാൾ നമ്മുടെ ആരുമല്ല അല്ലേ കുഞ്ചൂസെ? ആരുമല്ല. മിഴികൾ അറിയാതെ നിറഞ്ഞു വന്നിരുന്നു. അപ്പോഴേക്കും കുഞ്ചൂസിന് രാവിലെ നോക്കിയപ്പോൾ അത്ര പനി തോന്നിയില്ല. എങ്കിലും ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകുന്നത് നല്ലതെന്ന് തോന്നി. ഇന്ന് ഞായറല്ലേ മോളെ, ഡോക്ടർ ക്ലിനിക്കിൽ ഉണ്ടാവുമോ? പേഴ്സണൽ നമ്പറിലൊന്ന് വിളിച്ചു നോക്കട്ടെ എന്നെ വെച്ചെടുത്തി. പാറുണ സ്ഥിരം കാണിക്കുന്ന പീഡിയാട്രീഷ്യനെ വിളിച്ചപ്പോൾ വീട്ടിലേക്ക് 11 മണിക്ക് ശേഷം എത്തിക്കോളാൻ പറഞ്ഞു. പാറു, ധ്രുവ് സാറിൻ്റെ വീട് കഴിഞ്ഞ് 1/2 കിലോമീറ്റർ അല്ലേ ഡോക്ടറുടെ വീട്ടിലേക്കുള്ളൂ. നമുക്കെന്നാൽ ഒരുമിച്ച് പോകാം. രാജൻ ചേട്ടൻ്റെ ടാക്സി പറയാം, എന്നിട്ട് ഞാൻ അവിടെ ഇറങ്ങാം. നീ മോനെ കൊണ്ട് നേരെ വിട്ടോ. പാറു വെറുതെ ഒന്ന് മൂളി. ആ മനസ്സിൽ എന്താണെന്ന് ജനിക്ക് ഊഹിക്കാമായിരുന്നു. ഡാ, നീയും വാ, ചുമ്മാ ഗായത്രിയുടെ ഡമ്പ് കാണാലോ. എന്തിന്? അവർക്കിടയിൽ ദുശകനമാവാനോ? നിന്റെ ധ്രുവ് സാറിൻ്റെ പുത്തൻ വീട്ടിലേക്ക് നീ തന്നെ പോയാൽ മതി. അതും പറഞ്ഞ് മെല്ലെ അവൾ അടുക്കളയിലേക്ക് പോയി. ചുണ്ടിലൂറിയ ചെറിയ ചിരിയോടെ ജെനി അവളെ നോക്കി. 11 മണിക്ക് തന്നെ രാജൻ ചേട്ടൻ്റെ കാറുമായി വന്നു. തൊട്ടടുത്ത് താമസിക്കുന്നയാളാണ് അയാൾ. എന്താവശ്യത്തിനും കൂടെ കാണും. എങ്ങോട്ട് പോകാനും ആ 3 പെണ്ണുങ്ങൾക്ക് ധൈര്യമായി വിളിക്കാമായിരുന്നു അയാളെ. ശുദ്ധൻ, ഒപ്പം പരസഹായിയും. ഇക്കാലത്ത് ഇങ്ങനത്തെ മനുഷ്യരും ഉണ്ടോ എന്ന് പലപ്പോഴും അവർ പരസ്പരം ചോദിച്ചിട്ടുണ്ട്. സ്ഥലം പറഞ്ഞുകൊടുത്ത് അവിടെ എത്തിയപ്പോഴേക്കും 11:30 ആയിരുന്നു. ജെനി ഇറങ്ങി. പാറുവിനോട് ഒന്നുകൂടി ചോദിച്ചു വരുന്നുണ്ടോ എന്ന്. ഇല്ല എന്ന് തന്നെയായിരുന്നു അവളുടെ തീരുമാനം. ഓക്കെ, എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ജെനി മെല്ലെ നടന്നു നീങ്ങി. രാജൻ ചേട്ടാ, പോകാം എന്ന് പാറു പറഞ്ഞു. ശരി കുഞ്ഞെ എന്ന് പറഞ്ഞ് അയാൾ വണ്ടിയെടുത്തു. 2 മീറ്റർ പോയപ്പോഴേക്കും മുന്നിലൊരു ബൈക്കുകാരൻ ബാലൻസ് പോയി റോഡിൽ വീണത് കണ്ട് വേഗം ബ്രേക്ക് ചവിട്ടി. അവിടെ നിന്നിരുന്ന എല്ലാവരും ഓടിച്ചെന്ന് അവനെ എടുത്ത് പൊന്തിച്ചു. 14-15 വയസ്സുള്ള കൊച്ചു പയ്യൻ. ബൈക്ക് ഓടിക്കാൻ പഠിക്കാണ്ട് തോന്നുന്നു. ആകെ മുഖമൊക്കെ മുറിഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. കാല് നിലത്ത് കുത്താൻ വയ്യ. വലിയ വായിൽ നിലവിളിക്കുന്നുണ്ട്. പെട്ടെന്നാണ് രാജൻ ചേട്ടൻ്റെ കാർ എല്ലാവരും കാണുന്നത്. അവനെയും പൊക്കിപ്പിടിച്ച് കാറിന് നേരെ വരുന്നുണ്ട്. അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറയുന്നുണ്ട്. രാജൻ ചേട്ടൻ തിരിഞ്ഞ് പുറകിലിരിക്കുന്ന പാറുവിനോട് വരാമെന്ന് പറഞ്ഞ് ആ പയ്യനെ അവിടെയുള്ളവരെയും കയറ്റിപ്പോയി. നല്ല സ്ഥലത്താണല്ലോ വന്ന് പെട്ടത്. പാർവണ എന്തു ചെയ്യുമെന്നറിയാതെ നിന്നു. കാരണം ധ്രുവിൻ്റെ ബംഗ്ലാവിൻ്റെ തൊട്ടടുത്താണ് സംഭവം നടന്നത്. മോനെയും ഇറക്കി പിടിച്ച് അവൾ വരുന്ന വണ്ടിക്കെല്ലാം കൈ കാണിച്ചു. എങ്ങനെയും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. ജെനി എല്ലാം കണ്ട് അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. പാർവനെയും നോക്കി. പെട്ടെന്നാണ് ധ്രുവ് പുറത്തേക്ക് വന്നത്. ഡോറിൻ്റെ അറ്റത്തേക്ക് നോക്കി നിൽക്കുന്ന ജെനിയെ കണ്ട് ധ്രുവും ഒരു വേള അവിടേക്ക് നോക്കി. അവിടെ കുഞ്ഞിനെയും തോളിലിട്ട് പോകുന്ന വണ്ടികൾക്കെല്ലാം കൈകാട്ടുന്ന പാർവണയെയാണ് കണ്ടത്. അവരെന്താ അവിടെ തന്നെ നിന്നത്? പുറകിൽ നിന്നുള്ള ചോദ്യം കേട്ട് ജെനി ഞെട്ടിത്തിരിഞ്ഞു നോക്കി. പാർവണയെയും തുറച്ചു നോക്കി നിൽക്കുന്ന ധ്രുവിനെ കണ്ടു. കുഞ്ഞിന് പനിയായ കാരണം ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങിയതാ. പക്ഷെ ഞങ്ങൾ വന്ന വണ്ടിയിൽ ഒരു ആക്സിഡൻറ്റ് കേസ് കൊണ്ടുപോയി. അവർക്ക് ഇറങ്ങേണ്ടി വന്നു. വണ്ടി നോക്കി നിൽക്കാ പാർവണ പറഞ്ഞപ്പോൾ ദേഷ്യത്താൽ വലിഞ്ഞു മുറുകുന്ന ധ്രുവിൻ്റെ മുഖം കണ്ട് അവൾക്ക് തെല്ല് ഭയം തോന്നി. അപ്പോൾ സ്റ്റാഫിനെ മൊത്തം ഇങ്ങോട്ട് ഇന്ന് ഞാൻ ഇൻവൈറ്റ് ചെയ്തതല്ലേ? എന്താ ഇവൾക്കിതൊന്നും ബാധകമല്ലേ? ഇത്തിരി കലിപ്പിലാണ് ധ്രുവ് ചോദിച്ചത്. അവരോട് പോയി വരാൻ പറയൂ. ധ്രുവിൻ്റെ കലിപ്പ് മുഖം കണ്ടപ്പോൾ അറിയാതെ ജെനി പാർവണയെ വിളിക്കാൻ ചെന്നു. ആരുടെയും കണ്ണിൽ രക്ഷപ്പെടാൻ ഓരോ വണ്ടിക്ക് കൈ കാണിക്കുന്ന പാർവണയെ ജെനിക്ക് പാവം തോന്നി. പാർവണ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു ജെനിയെയും പുറകിൽ ദൂരെ തന്നെ നോക്കി നിൽക്കുന്ന ശ്രീയേട്ടനെയും. ആരുടെ മുന്നിൽ പെടരുതെന്ന് കരുതിയോ കൃത്യം അയാളുടെ മുന്നിൽ. ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. നിന്നോട് ചെല്ലാൻ പറഞ്ഞു സാർ. ഞാനില്ല ജെനി, പ്ലീസ്. മിഴികൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു പാർവണയ്ക്ക്. അപ്പോഴേക്കും കണ്ടു ഓഫീസിലെ ശൃംഗാരമൂരുകൾ നടന്നു വരുന്നത്. കൂട്ടുകാരികൾ ഇവിടെ നിൽക്കുകയാണോ? പോകാം എന്ന് പറഞ്ഞ് അതിലൊരാൾ കുഞ്ചൂസിനെയും എടുത്ത് മുന്നിൽ നടന്നു. യാന്ത്രികമായി പാർവണയുടെ കാലുകൾ അതിന് പുറകെ ചലിച്ചു. ഒരു ചിരിയോടെ ധ്രുവ് അത് കണ്ടു നിൽക്കുമ്പോൾ ഒരേ ഛായയിലുള്ള 2 മുഖങ്ങളെ നോക്കി കാണുകയായിരുന്നു മറ്റുള്ളവർ. തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.